അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ ഖദറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ഖദറിലെ 3 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു. വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദറിലാണ് അവതരിച്ചത്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയത്. അഥവാ 1000 മാസങ്ങളിൽ ഒരാൾ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മത്തെക്കാളും ശ്രേഷ്ഠമായിരിക്കും ഈ ഒറ്റ രാവിൽ ഒരാൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന നന്മകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ലൈലത്തുൽ ഖദറിലെ വിശേഷങ്ങൾ? നമുക്ക് 4-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അള്ളാഹു വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. തനസ്സലുൽ മലായികത്തു വർ-റൂഹ്. ആ രാവിലെ തനസ്സല യതനസ്സലു, ഇറങ്ങി അല്ലെങ്കിൽ അവതരിച്ചു. തനസ്സലു അവതരിക്കുന്നു, അൽ മലായിക മലക്കുകൾ. മലക്ക് എന്നതിൻ്റെ ബഹുവചനാണ് മലായിക്കത്ത്. വർ-റൂഹ് റൂഹും അവതരിക്കും. തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ അതിൽ, ആ രാവിൽ, ബി ഇദിൻ അനുമതി, ബി ഇദിൻ അനുവാദത്തോടെ, റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അനുമതിയോടുകൂടി അവതരിക്കും. മിൻ കുല്ല് എല്ലാം, മിൻ കുല്ലി അംരിൻ എല്ലാ കാര്യങ്ങളുമായിട്ട് മലക്കുകൾ അവതരിക്കും. ഇതാണ് ലൈലത്തുൽ ഖദറിൻ്റെ മറ്റൊരു സവിശേഷത. തനസ്സല യതനസ്സലു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാക്കാണ് ആദ്യത്തെ ആയത്തിൽ വന്നത്. എന്തായിരുന്നു? ഇന്ന അൻസൽനാഹു. അൻസല അവതരിപ്പിച്ചു, ഇറക്കി എന്നൊക്കെയാണല്ലോ അർത്ഥം പറഞ്ഞത്. റിവീൽസ് അല്ലേ? അൻസല. തനസ്സല എന്ന് പറയുമ്പോൾ സ്വയം ഇറങ്ങി വന്നു എന്നുള്ള അർത്ഥമാണ്. അവതരിച്ചു, ഇറങ്ങി. തനസ്സല ഇവിടെ ശ്രദ്ധിച്ചോ, തനസ്സലു എന്നാണ്. ലാമിന് അവസാനത്തിൽ വമ്മ് കൊടുത്തിട്ടുണ്ട് അല്ലേ? തനസ്സലു അവിടെ ഉദ്ദേശിക്കുന്നത് ഈ വാക്ക് ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസാണ് എന്നാണ്. അത് പാസ്റ്റ് ടെൻസ് അല്ല എന്ന് മനസ്സിലാക്കണം. ഭാവി കാലവുമാണ് അല്ലെങ്കിൽ വർത്തമാന കാലമാണ്. തനസ്സലു ഇറങ്ങുന്നു എന്നാണ് ഉദ്ദേശം. അൽ മലായിക മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താ മലക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഡ്യൂട്ടി ഉടമപ്പെടുത്തിയ, ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനമാണ് മലക്ക് എന്ന് പറയുന്നത് അല്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മൾ പല ഇനം സൃഷ്ടികളെ കാണുന്നുണ്ട്. അതിൽ മനുഷ്യരുണ്ട്, അതുപോലെ ജിന്നുണ്ട്, പിന്നെ മലക്കുണ്ട്, അതുപോലെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പ്രാണികളുണ്ട്, പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അല്ലേ? അവയിൽ മലക്ക് എന്നത് സവിശേഷമായ ഒരു സൃഷ്ടിയാണ്. ഈമാൻ കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയുമ്പോൾ ബില്ലാഹി വ മലായിക്കത്തിഹി, രണ്ടാമതായിട്ട് മലക്കിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ മലക്കിനെ കുറിച്ചാണ്. പിന്നെ മലായിക്കത്തിഹി വ കുത്തുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദർ, ഇങ്ങനെ 6 കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയാറുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തേത് മലക്കാണ്. എന്താ മലക്കിൻ്റെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ് മലക്ക് അല്ലേ? മലക്കിൻ്റെ പ്രയോജനം എന്താണ്? മലക്കുകൾ അള്ളാഹുവിന് നിരന്തരം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദിക്ർ ചെയ്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ഒക്കെ ചൊല്ലിയിട്ട് കഴിച്ചു കൂട്ടുന്ന സൃഷ്ടികളാണ്. പിന്നെ എന്താണ് അവരുടെ ഡ്യൂട്ടി? അള്ളാഹു കൽപ്പിക്കുന്നത് ചെയ്യലാണ് അവരുടെ ഡ്യൂട്ടി. അള്ളാഹു കൽപ്പിക്കാത്തത് ഒന്നും മലക്ക് ചെയ്യില്ല. മനുഷ്യനും ജിന്നൊന്നും അങ്ങനെയല്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ അവർ അള്ളാഹു കൽപ്പിച്ചതിനപ്പുറം പലതും ചെയ്യും. അള്ളാഹു
ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ചെയ്ത് കളയും. പക്ഷെ മലക്കോ ഒരിക്കലും അങ്ങനെയല്ല. വളരെ വിശുദ്ധരായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സൈന്യമാണ് മലക്ക് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ആ നിലക്കുള്ളൊരു സംവിധാനമാണ് മലക്ക്. മലക്കുൽ മൗത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? മരിപ്പിക്കുന്ന മലക്കാണ് അല്ലേ? അസ്രായീൽ എന്ന മലക്കാണ്. അതുപോലെ നബിമാർക്ക് വഹയുമായിട്ട് വരുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുപോലെ മഴയുടെ, കാറ്റിൻ്റെ, ഇങ്ങനെ വ്യത്യസ്ത സംവിധാനങ്ങളുടെ മലക്കുകളുണ്ട് എന്ന് മനസ്സിലാവുന്നു. എത്ര മലക്കുണ്ടാവും? കോടാനുകോടി മലക്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. തനസ്സലുൽ മലായിക്ക, മലക്കുകൾ ഇറങ്ങുന്നു. റൂഹ്, റൂഹ് ആരാണ്? റൂഹ് എന്ന വാക്കിന് ജീവൻ, ആത്മാവ് എന്നൊക്കെയുള്ള അർത്ഥമാണ് പറയാം. പക്ഷെ ഇവിടെ റൂഹ് എഴുതിയപ്പോൾ അലിഫ്ലാമുണ്ട്. അലിഫും ലാമും ചേർത്ത് റൂഹ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂഹാണ്. അവിടെ ആരാണ് ആ റൂഹിനെ കുറിച്ച് പറയേണ്ടത്? അള്ളാഹു തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഉദ്ദേശം റൂഹൽ ഖുദ്സ് അഥവാ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ് റൂഹ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഖുറാനിൽ വേറെയും ആശയത്തിൽ റൂഹ് പറയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശം റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കല്ലേ? മലക്കാണ്. പിന്നെ എന്താ ഇങ്ങനെ പറഞ്ഞത്? മലക്കുകളും ജിബ്രീലും ഇറങ്ങും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ജിബ്രീലിനെ പ്രത്യേകമായിട്ട് ഒന്ന് ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുൻഗണന നൽകാൻ വേണ്ടിയിട്ട്, പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, സ്കൂളിന് അവധി പറയുമ്പോൾ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്കും അവധിയാണ്, ഇങ്ങനെയൊക്കെ പ്രത്യേകം പറയുന്നത് കാണാം. എല്ലാ വിദ്യാലയങ്ങൾക്കും അവധിയാണ്, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രത്യേകം എടുത്തു പറയാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും. ഇതേപോലെ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുമ്പോൾ മലക്കുകൾ ഇറങ്ങി വരുന്നു. അതോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാമും അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണത്. തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹ ബിഇദ്നി റബ്ബിഹിം, അവരുടെ നാഥൻ്റെ അനുമതിയോടുകൂടിയാണ് വരുന്നത്. മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര മലക്കുണ്ടാവും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളെ കുറിച്ച് പറഞ്ഞ എത്രയാണെന്നറിയോ? ഭൂമിയിലെ മണൽത്തരികളുടെ അത്രയും എണ്ണം എന്നാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ എത്രയാ മണൽ, അത് എണ്ണി കണക്കാക്കാൻ പറ്റുമോ? കോടാനുകോടി ഉണ്ടാവും അല്ലേ? ഭൂമിയിൽ മൊത്തം ബീച്ചിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള മണൽ എണ്ണയാണെങ്കിൽ എണ്ണി തീർക്കാൻ കഴിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുമ്പോൾ എത്രയും എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അത്രയും മലക്കുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ രാവിലെ. ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാവും. പിന്നെ ആരൊക്കെ ഉണ്ടാവും? അസ്രായീൽ ഉണ്ടാവും അല്ലേ? ഇസ്രാഫീൽ ഉണ്ടാവും, മീകായിൽ ഉണ്ടാവും, എല്ലാ മലക്കുകളും ഉണ്ടാവും. എന്നിട്ട് ആ മലക്കുകൾ എന്തായിരിക്കും ചെയ്യുക? ആ രാത്രിയിൽ പള്ളിയിൽ എത്തിക്കാഫിൽ കഴിച്ചു കൂട്ടുന്ന, നമസ്കരിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സലാത്തും സലാമും നൽകും ആ മലക്കുകൾ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മോട് സലാം പറയുന്നുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും? നമ്മൾ പലപ്പോഴും ഉറങ്ങായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ആ അനുഗ്രഹത്തിന് നമ്മളൊക്കെയും സാക്ഷികളായിട്ട് മാറും എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് റിപ്പോർട്ട് ചെയ്യും. പഠിച്ചവനെ, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ നിൻ്റെ ദാസന്മാരായ മനുഷ്യരില്ലേ, അവർ നമസ്കാരത്തിലും പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മിൻ കുല്ലി അംർ, സകല കാര്യങ്ങളുമായിട്ട്. എന്താ കാര്യം? നേരത്തെ പറഞ്ഞ ബജറ്റാണത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഭൂമിയിൽ വരുന്ന മലക്കുകൾ വരും വർഷത്തെ മഴയും ചൂടും തണുപ്പും ജനനവും മരണവും കൃഷിയും എല്ലാം, എല്ലാ കാര്യങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. എല്ലാം ഭൂമിയിൽ ആ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെയാണ് മലക്കുകൾ അവതരിക്കുന്നത്. അതാണ് മിൻ കുല്ലി അംർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അടുത്ത ആയത്തിൽ, 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാം, ശാന്തി, സമാധാനം. ഹിയ, അത്, ആ രാവ് ശാന്തിയാണ്, സമാധാനമാണ്. ഹത്ത, വരെ. മത്ല, ത്വലഅ ഉദിച്ചു എന്നാണ് അർത്ഥം. മത്ല, ഉദയം എന്നാണ് ഒരർത്ഥം. ഉദയസ്ഥാനം എന്നും അർത്ഥമുണ്ട്. അൽ ഫജ്ർ, ഫജ്ർ പ്രഭാതം എന്നാണല്ലോ. ഫജ്ർ, സുബ്ഹ് നമസ്കാരത്തിൽ തന്നെ സലാത്തുൽ ഫജ്ർ എന്ന് പറയാറുണ്ട്. ഹത്ത മത്ലഇൽ ഫജ്ർ, പ്രഭാത ഉദയം വരെ അത് സമാധാനമാണ്, ശാന്തിയാണ്.
ആ രാവുണ്ടല്ലോ അത് ഭൂമിയിൽ ലോകത്ത് മുഴുവനും ശാന്തിയും സമാധാനവുമായിട്ട് അവതരിക്കുന്ന രാവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വാക്ക് തരാൻ. നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ആശ്വാസവും സമാധാനവും ഉണ്ടാകും എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. മറ്റൊരാശയം കൂടി അതിലുണ്ട്. എന്താണെന്നറിയാം, ഈ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ അവിശ്വാസികൾ പറഞ്ഞു, ഈ മുഹമ്മദ് നാട്ടിലാകെ കുഴപ്പമുണ്ടാക്കുകയാണല്ലോ, ഇങ്ങനെ ഖുർആൻ ഇറക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്നു, പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതിന് അള്ളാഹു മറുപടി പറയാണ്, ഖുർആൻ ഇറങ്ങിയ രാവുണ്ടല്ലോ, ആ രാവ് സലാമുൻ ഹിയ, ശാന്തിയാണ്, സമാധാനമാണ്. റമദാനിലെ ആ രാവിലെ അങ്ങനെ കഴിച്ചു കൂട്ടുമ്പോൾ വല്ലാത്തൊരു സമാധാനം എല്ലാവരും അനുഭവിക്കും അല്ലേ? പള്ളിയിലൊക്കെ കഴിച്ചു കൂട്ടുമ്പോൾ പ്രത്യേകിച്ചും വല്ലാത്തൊരു സുഖം, സന്തോഷം, ആത്മീയമായ അനുഭൂതി അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പോൾ അന്ന് മഗ്രിബ് മുതൽ സുബ്ഹ് വരെയുള്ള ആ സമയം അത്രയും വളരെ ശ്രേഷ്ഠമായിരിക്കും എന്നാണ് ഇവിടെ ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കാം. അതിനാൽ ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഒരു റമദാൻ പിന്നിട്ട് പോയി, ഇൻഷാ അള്ളാഹ് ഇനിയും റമദാനുകൾ നമ്മിലേക്ക് വന്നേക്കാം. ആ റമദാനുകളിൽ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് കൂടി ലഭിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണ്? ഖുർആൻ അവതീർണമായ രാവാണ്. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ ജീവിതം ഖുർആനായിരിക്കും. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഖുർആൻ എന്ത് പറഞ്ഞു, ഖുർആനിനെ വ്യാഖ്യാനിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കാര്യം ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ലൈലത്തുൽ ഖദറിനെ അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദറിൻ്റെ സാക്ഷികളിൽ, വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ സാക്ഷികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.